മലബാറുകാരുടെ സ്വന്തം ഏലാഞ്ചി ഒന്നുണ്ടാക്കി നോക്കിയാലോ? ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് ബദാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ്, അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉണക്കമുന്തിരി, 1 കപ്പ് മൈദ, 1 മുറി തേങ്ങ ചിരണ്ടിയത്. ഇനി ഒരു മുട്ട, ചെറിയൊരു കഷ്ണം ഏത്തപ്പഴം. ഏത്തപ്പഴം വലുതാണെങ്കിൽ 1ന്റെ പകുതിയും ചെറുതാണെങ്കിൽ 1/4 ഭാഗവും മതി. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദയിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കണം. അത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമ്മളതിലേക്ക് ഒരു 1/4 സ്പൂൺ മതി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളുപ്പ്, 1 നുള്ള് ഏലക്കാപ്പൊടി. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. പഞ്ചസാര ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഈ സമയം കണ്ടോ, മഞ്ഞൾപ്പൊടിയൊക്കെ ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദോശ ബാറ്ററിൻ്റെ ഒക്കെ ഒരു ഫോമിലേക്ക് നമുക്ക് കിട്ടും. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ടൈറ്റ് ആവാനും പാടില്ല. കറക്റ്റ് ഒരു ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഫോമില മതി. കണ്ടില്ലേ, ഇത് മിക്സിയിൽ ഒന്നിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൈകൊണ്ട് തന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ കട്ടയൊന്നും ഇല്ലാണ്ട് തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കിട്ടും. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഏലാഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ആവശ്യം നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ചൂടാക്കിയ നെയ്യിലേക്ക് ഉണക്കമുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് നമ്മൾ 1 മുറി തേങ്ങ ഇട്ടതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ഒരുപാട് റോസ്റ്റ് ആവാൻ പാടില്ല, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടെ ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചൂടാക്കുക, റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കറക്റ്റ് 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. മധുരം കൂടുതൽ വേണ്ടവർക്ക് 1, 2, 3 സ്പൂൺ വരെ പഞ്ചസാര ഉപയോഗിക്കാം. ഇനി ഒരു ദോശ പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിന് ചൂടൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ചെറിയ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ മിക്സിങ് നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ ദോശ കറക്റ്റായിട്ട് കിട്ടും. ദോശയല്ലാത്ത ശരിക്കും ഏലാഞ്ചിൻ്റെ ഒരു ബേസാണ്. കണ്ടില്ലേ, ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കണം. ഒരുപാട് നൈസ് ആവാനും പാടില്ല, എന്നാൽ കട്ടി ഉണ്ടാക്കാനും പാടില്ല. ആ ഒരു രീതിയിലാണ് ഏലാഞ്ചി പരത്തിയെടുക്കേണ്ടത്. കണ്ടല്ലോ, ഒരു ഷീറ്റ് പോലെ നമുക്ക് കിട്ടും. അതിനെ കട്ടി ഇപ്പോൾ എത്രയാണെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ കയ്യിലുള്ള ബാക്കി ബാറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെയൊക്കെ വലുപ്പം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യട്ടോ. ചെറുത് വേണമെങ്കിലും ചെറുതുണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വലുതായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിലും അങ്ങനെയായിട്ടും ഉണ്ടാക്കാം. ഞാനൊരു അത്യാവശ്യം ഒരു ദോശയുടെ റൗണ്ടിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പിന്നെ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം മറച്ചിട്ട് നോക്കിയിട്ടോ. ശരിക്കും മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കട്ടി കണ്ടല്ലോ, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ് പ്രോസസ്സൊക്കെ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കതൊക്കെ ഒന്ന് ചൂടാക്കി മിക്സാക്കി എടുക്കേണ്ട സമയം മാത്രമേ ഇതിന് വരുള്ളൂ. ഇനി ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും ഒക്കെ ഉള്ള മിക്സ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഇതുപോലെ മടക്കി ഒരു റോളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ചിക്കൻ റോളിൻ്റെയൊക്കെ ഒരു ഫോർമാറ്റാണ് ഇതിനുള്ളത്. ഇതൊക്കെ നമ്മുടെ കുക്കിംഗ് സ്കില്ല് തെളിയിക്കാനുള്ള അവസരങ്ങളാട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മിക്സും ഈ ഓരോന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് റോൾ ചെയ്ത് ഒരു ചിക്കൻ റോൾ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അത് 2 സൈഡും റോൾ ചെയ്യണം, അല്ലെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടെ ഈ മിക്സ് പുറത്തേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മിക്സ് ഇങ്ങനെ ഓരോന്ന് സെൻറ്ററിൽ എടുത്ത് കൊടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് ഓരോന്നും റോൾ ചെയ്തെടുക്കുന്നു. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ 4 ഫില്ലായിട്ടുണ്ട്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഏലാഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.